ഗുഡ് മോർണിംഗ്. നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റ്സിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കണ്ടോ, ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ? വെള്ള കളറിലെ മുത്തുകൾ വാരിയിട്ടതുപോലെയാണ് ഇതിൻ്റെ പൂക്കൾ. ഇതിന് കണ്ടോ, മുട്ടുകൾ കണ്ടോ? ഇതാണ് മുട്ട്. ഇതിങ്ങനെ അത് കഴിഞ്ഞ് പൂക്കൾ ഇങ്ങനെ വിടർന്നു വരും. നമ്മുടെ ബ്രൈഡൽ ബൊക്കയോട് സാമ്യമുള്ള പൂക്കളാണ് ഈ ചെടിയുടെ. ഈ ചെടിയുടെ പേരാണ് എൽഡർബെറി. നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പൂക്കൾ കാണാൻ? കൊലകൊലയായിട്ട് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വിടർന്നുകൊണ്ടിരിക്കും, വിരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ചെടിയാണ് എൽഡർബെറിയെ. നോക്കി, ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ? ഇത് നമുക്ക് വേഗത്തിൽ പിടിച്ചു കിട്ടുന്നതാണ്. ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ചാണ് നമ്മൾ ഈ ചെടി പിടിപ്പിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ മൂന്നാർ, ഊട്ടി ആ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, റോഡിൻ്റെ അരികിലൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ്. നമുക്ക് ശരിക്കും ഒരു അട്രാക്ഷൻ തോന്നും ഈ ചെടിയോടെ, ഇതിൻ്റെ പൂക്കളോടെ. അപ്പം ഇതിങ്ങനെ റോഡിൻ്റെ സൈഡിലെല്ലാം ഒരുപാട് നിൽപ്പുണ്ടെന്നുള്ളതാണ്. ഞാനിത് കഴിഞ്ഞ വർഷമാണ് ഈ ചെടി പിടിപ്പിച്ചെടുത്തത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ പിടിപ്പിച്ചു. സെയിം ഒരു വർഷം ആയപ്പോഴത്തേക്ക് ഇതിൽ പൂക്കളുണ്ടായി. കണ്ടോ, ഇതിൻ്റെ മുട്ട് കണ്ടോ? നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് എൽഡർബെറി. അതുപോലെ കാനഡ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ ചെടി കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ കണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലകളെ. കണ്ടോ? ടെക്കോമയുടെ ഇലകളുമായിട്ടൊക്കെ ഒരു സാമ്യമുള്ള ചെടിയാണ്. ഇതിൻ്റെ പൂക്കളൊക്കെ പൊഴിഞ്ഞ് ഇലകളിൽ വീണ് കിടക്കുന്ന കാഴ്ച കണ്ടോ? നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണേ. ഈ ഒരു സീസണിലാണ് ഇതിന് പൂക്കൾ ഉണ്ടായി വരുന്നത്. ചെറിയ മഴയൊക്കെ കിട്ടുന്ന സമയത്ത് നിറയെ പൂവിടും. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട്, ഈ പൂക്കൾ കഴിഞ്ഞിട്ട് ഇതിൽ സീഡായി വരും. അതാണ് ഇതിന് എൽഡർബെറി എന്നാണല്ലോ പറയുന്നത്. ഒരു ബെറി ഇതിലുള്ള ഉണ്ടായി വരുമേ. ആ ബെറി പഴുത്ത് കഴിയുമ്പോൾ അത് പ്രോസസ്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ജ്യൂസാക്കാനും മരുന്നുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതിനെ നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമേ. പിന്നെ നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബുഷായിട്ട് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ പെട്ടെന്നാണ് ഇത് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റാണ്. അപ്പം തന്നെ ഇത് നമുക്കറിയാം, ഇത് കാട് പോലെ വളരുമെന്ന് ചിലർ പറയും. പക്ഷേ നമ്മളിതിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ നിർത്തുവാണെങ്കിൽ ഉണ്ടല്ലോ, ബുഷായിട്ട് കുറ്റിച്ചെടിയായിട്ടൊക്കെ നമുക്ക് ചട്ടിയിലും വളർത്താം, അതുപോലെ നിലത്തും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇപ്പം കണ്ടോ, ഇതിൻ്റെ ഓരോ സ്റ്റെമ്മിലും ഇതുപോലെ പൂക്കൾ വരുന്നതുണ്ടോ? കണ്ടോ, ഇവിടെ കണ്ടോ? ഇതിലെല്ലാം ഇങ്ങനെ പൂക്കൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ വൈറ്റ് പൂക്കൾ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. കണ്ടോ, ഇത് ആദ്യം ഉണ്ടായ പൂക്കളാണേ. കുറേ ദിവസം ഇങ്ങനെ പൂക്കൾ നിൽക്കും. അതിന് കണ്ടോ, തേനീച്ചയാണ്, ഫുള്ള് തേനീച്ചയാണ്. കണ്ടോ, തേൻ കുടിക്കാൻ വരുന്ന തേനീച്ചയെ കണ്ടോ? കണ്ടോ, കുറേ പൂക്കളുണ്ട് ഇതിൽ. കണ്ടോ, ഇതിൻ്റെ മുത്തുകൾ പോലെ ബെറി നിൽക്കുന്നുണ്ടോ? പിന്നെ ആ ബെറി പാകമായി കഴിയുമ്പോഴാണ് ഇത് പ്രോസസ്സ് ചെയ്തെടുത്ത് ഇത് ഔഷധത്തിനായിട്ടൊക്കെ എടുക്കുന്നത്. കണ്ടോ, ഇത് പൂക്കളാകുന്നതിന് മുമ്പേ മുട്ട് ഞാൻ നിൽക്കുന്ന കണ്ടോ? നല്ല ഭംഗിയാണ് മുട്ടിങ്ങനെ നിൽക്കുന്ന കാണാനും. കണ്ടോ, ഇതിൻ്റെ ബെറി പിന്നെ പ്രോസസ്സ് ചെയ്തെടുത്ത് അത് ജ്യൂസാക്കി ഉപയോഗിക്കുന്നുണ്ട്, വൈനാക്കുന്നുണ്ട്, അതുപോലെ മരുന്നിന് വേണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ പല ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണിത്. പക്ഷേ നമുക്കിതിൻ്റെ പൂക്കൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് ഇത് നട്ടുപിടിപ്പിക്കേണ്ടത്. അപ്പോഴാണ് ഇതുപോലെ പൂക്കളുണ്ടാവുന്നത്. പിന്നെ നമ്മളിത് നിലത്ത് നട്ടുപിടിപ്പിക്കാം, ചട്ടിയിലും നമുക്ക് വളർത്താം. ചട്ടിയിലൊക്കെ വളർത്തുവാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് വെള്ളം നനച്ചു കൊടുക്കണം. നിലത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നമ്മൾ വെള്ളമൊന്നും അങ്ങനെ എല്ലാ ദിവസവും ഒന്നും നനച്ചു കൊടുക്കണമെന്നില്ല. ഒന്നര വിട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ വെള്ളം നനച്ചു കൊടുത്താൽ മതിയേ. വലിയ കെയറിങ് ഒന്നും കൊടുക്കാതെ തന്നെ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവുന്നൊരു ചെടിയാണ് എൽഡർബെറി. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതിൻ്റെ ഒരു കമ്പ് കിട്ടുവാണെങ്കിൽ നമ്മൾ മൂന്നാറൊക്കെ പോയാൽ മതി, നമുക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മൾ കമ്പ് വെച്ചാൽ തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മുടെ ഈ ക്ലൈമറ്റിൽ, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുകയും അതുപോലെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നൊരു ചെടിയും കൂടിയാണ്. നമ്മുടെ ഈ ഇവിടുത്തെ ആ മണ്ണിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് ഈ ചെടി നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇതിൻ്റെ വൈറ്റ് പൂക്കളായതുകൊണ്ട് തന്നെ നമുക്ക് അത് കാണാൻ നല്ല ഒരു അട്രാക്ഷനാണ്. പിന്നെ പച്ച ഇലകളിൽ ഇതിൻ്റെ മോൾ ഭാഗം മുഴുവൻ ടോപ്പിൽ ഇതുപോലെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാൻ കുറേ പൂക്കളിങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണേ.
പിന്നെ കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ പൂക്കളുടെ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണേ. നല്ല രീതിയിൽ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് ഈ മഴ സമയത്ത് ഇതിന് പൂക്കളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ബെറിയൊക്കെ ഉണ്ടായി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിനെ ഒന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സീസണിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ ഈ എൽഡർബെറിയുടെ ഈ ചെടി നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ, നിങ്ങളുടെ സ്ഥലത്തുണ്ടോ? അപ്പം നിങ്ങൾ എന്താണ് ഇതിന് പേര് പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കണം ഓളെന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.